ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ മധുരക്കറിയാണ്. അതിനായി ഞാനിവിടെ 1.5 പൈനാപ്പിൾ ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുന്നേ ഇതിന് ആവശ്യമുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേകുമ്പോൾ പൈനാപ്പിളിൻ്റെ വെള്ളം കൂടി ഇറങ്ങുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. പൈനാപ്പിളിന് വേവുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം നന്നായി ഒന്ന് വേകട്ടെ. നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 250 ഗ്രാം ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ശർക്കര നന്നായി ഉരുകി വരണം. ഇതുപോലെ ഒരു 8-10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ശർക്കരയെല്ലാം നന്നായി ഉരുകി പാനിയായിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. കടുക് പൊടിച്ചത് ചേർക്കുന്നത് ഓപ്ഷണലാണ്. കടുക് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 മുറി തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതിൻ്റെ പച്ചപ്പെല്ലാം മാറുന്നത് വരെ, വെള്ളമയം തീർത്തും വറ്റുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ മാത്രമേ ഇത് കുറച്ച് ദിവസം കേടാവാതെ ഇരിക്കുകയുള്ളൂ. ഏകദേശം നമ്മുടെ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ മൂപ്പിച്ച നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കടുക് താളിക്കാം. കടുക് താളിക്കുന്നതിനായി കടുക്, കറിവേപ്പില, വത്തലുമുളക് ഇത്രയും ചേർത്തതിന് ശേഷം കടുക് താളിച്ചൊഴിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറിയാണ്. നിങ്ങൾക്ക് ചെറിക്ക് പകരം ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. സദ്യയിലെല്ലാം ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്